symptoms of leptospirosis can be seen in the pathology report. അങ്ങനെ നമ്മുടെ രാവിലത്തെ സാധാരണ പോലെ ഒരു ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന വരവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സാധാരണ പോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും ട്യൂഷൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ പറയുക, ആദ്യം ഒന്ന് കുളിക്കും, അതിനുശേഷം ഭക്ഷണം കഴിക്കും, പിന്നെ പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. അങ്ങനെ നമ്മുടെ ട്യൂഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടികൾ പഠിക്കാനുണ്ട്. ആദ്യം ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം, പ്രോപ്പറായിട്ട് ആ ഒരു സമയത്ത് തന്നെ ഫുഡ് കഴിക്കണം, അല്ല വിശപ്പിട്ട് പോരാത്തതിന്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കണം, പഠിക്കാനിരിക്കണം കുറച്ച് നേരം. പിന്നെ ഇത്ര നാളായിട്ട് നമ്മൾ ജിമ്മിന് പോവാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. സമയത്തിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ പോകണം, എന്തായാലും പോകണം. അപ്പോൾ അതിന് ഷൂസും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ മേടിച്ച് വെച്ച ഷൂസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കണം ആദ്യം തന്നെ. അല്ലാണ്ട് ചാടിക്കയറി നമുക്ക് ജിമ്മിന് പോയി ജോയിൻ ചെയ്തിട്ട് ഷൂസ് ഇല്ല. ഷൂസ് ഉണ്ട്, അതൊന്ന് വൃത്തിയാക്കി വെക്കണം. സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ആൻഡ് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്ളോഗ് എടുത്ത് വേറൊരു ലെവൽ വ്ളോഗിലേക്ക് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒപ്പം കൂടിക്കോ. ഓക്കെ, ബാ. വലിയ രീതിയിൽ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് കുളിച്ചിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചത് ഞാനാണ്. അപ്പോഴാണ് അമ്മയുടെ ഒരു വിളി, ഇവിടെ വാഴ വെട്ടാണ്ടെന്ന്. അങ്ങനെ താഴേക്ക് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വന്നപ്പോൾ വേറൊരു പണി കൂടി കിട്ടി. ഇന്നിവിടെ പൂരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പരത്തിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്തായാലും പരത്തിയതല്ലേ, അപ്പോൾ പൂരി കൈയോടെ കഴിച്ചിട്ടും പോകാമെന്ന് വിചാരിച്ചു. ഓയിലി ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. 3 എണ്ണത്തിൽ ഞാൻ എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു. പിന്നെ നേരെ പോയത് നമ്മുടെ വാഴ വെട്ടാനാണ്. ഇത് ആകെ ഉണങ്ങി പന്തൽ പോലെ പിടിച്ച് വെക്കുന്ന ഈ ഒരു സാധനമാണ് ഇവിടെ വെട്ടണത്. ഇതാകെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ തെരഞ്ഞു പിടിച്ച് വെട്ടൽ വലിയൊരു ടാസ്ക്കാണ്. എന്തായാലും അത് വെട്ടണം. പിന്നെ അങ്ങനെ ഒന്ന് ചുറ്റി വന്നപ്പോഴാണ് വേറെയും ഇവിടെ വാഴയുണ്ടെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഒരു ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ നമുക്കത് വെട്ടാൻ പോകണം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വാഴ. അങ്ങനെ പറമ്പ് മൊത്തം വാഴകളായിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഇനി ഇതെല്ലാം കൂടി വെട്ടിയിട്ട് വേണം ഒന്ന് കുളിച്ചിട്ട് സമാധാനമായി ഇനി പഠിക്കാൻ പോകാൻ. അപ്പം എന്തായാലും പോട്ടെ. അങ്ങനെ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങി. പക്ഷേ വെട്ടൊക്കെ ഇടയ്ക്ക് കൊണ്ടത് മറ്റേ സൈഡിൽ നിൽക്കുന്ന വാഴകൾക്കായിരുന്നു. വാഴ വെട്ടുന്നതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകാനായിട്ട് അമ്മ അവിടെ ഒരു ഇൻസ്ട്രക്ടറെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ക്യാമറ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് വാഴ എങ്ങോട്ട് വീഴുമെന്ന് നോക്കി വയ്ക്കായിരുന്നു. വാഴ വെട്ടൊക്കെ കൊണ്ടത് പല രീതിയിലേക്കാണ്. അപ്പോൾ എങ്ങോട്ട് വീഴുമെന്നുള്ളത് എനിക്ക് തന്നെ ഒരു പിടിയില്ല. മേ ബി എൻ്റെ തലയ്ക്ക് തന്നെ വീഴുമെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടേക്ക് മാറി നിന്നിട്ട് ഇതിനൊന്ന് തള്ളാൻ നോക്കി. എവിടെ വാഴ തിരിച്ച് നമ്മളെയാണ് തള്ളുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത ഒരു മനസ്സായതുകൊണ്ട് തന്നെ ജിംനേഷ്യൻ ദൈവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും ഒന്ന് ആഞ്ഞൊന്ന് തള്ളി നോക്കി. എവിടെ മെരുങ്ങുന്നില്ല വാഴ. എന്നേക്കാൾ വലിയ വാഴ ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. മെരുങ്ങാത്തവനെ വീണ്ടും ഒന്നൊരു വെട്ടി ശരിപ്പെടുത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 4-5 വെട്ടി നല്ല ദേഷ്യം തീർത്തു ഞാൻ അതിൽ. അങ്ങനെ നീണ്ടൊരു മൽപ്പിടുത്തത്തിനൊടുവിൽ വാഴ എനിക്ക് മുന്നിൽ കീഴടങ്ങി. വീണ്ടും എൻ്റെ തലയിലേക്കായി വീഴാൻ നിന്ന സാധനത്തിനെ ഞാൻ വലിച്ച് വേറെ സൈഡിലേക്ക് മാറ്റിയിട്ടു. അങ്ങനെ ഇതും കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയുണ്ട്. ഇതിന് തന്നെ ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റിന് മേലെയായി ഞാനിവിടെ ചെലവഴിക്കുന്നു. അങ്ങനെ വാഴ വെട്ടി ഞാൻ എത്തി. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കണം. കുളിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരങ്ങൾ പോയി. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇന്നത്തെ ഈ ഒരു പണികൾ എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഞാൻ നേരെ ട്യൂഷൻ കഴിയുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പഠിക്കാനിരിക്കുന്നു. ഇതാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ വാട്ട് ഐ ഡു ഇൻ മൈ ഹൗസ്, അങ്ങനെ ഒരു കണ്ടന്റ് എനിക്ക് കിട്ടി. ഞാനിപ്പോൾ വാഴ വെട്ടണം എന്ന് പറഞ്ഞിരുന്നു ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അമ്മ. അപ്പോൾ ആ പ്ലാൻ വന്നപ്പോൾ ഞാൻ ഒന്ന് കുളിക്കുന്നതിന് മുൻപ് വെട്ടി വരാമല്ലോ എന്ന് വെച്ചിട്ട് അടിയിലിറങ്ങിയപ്പോഴാണ് ഇന്ന് പൂരി മസാലയാണ്. അപ്പോൾ പൂരി മസാലയല്ല, ഗ്രീൻ പീസ് കറിയും പൂരിയാണ് ഇവിടുത്തെ ഭക്ഷണം ഉണ്ടായിരുന്നത്. സോ അത് പരത്താനുള്ള പണി കിട്ടി. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുവന്നത്. അതിനുശേഷം ഇപ്പം ഒരു 11 മണിയായപ്പോൾ ഇപ്പം നമുക്ക് കുളിക്കണം. കുളിച്ചതിന് ശേഷം പഠിക്കണം. ഓക്കെ, പോയിട്ട് വരാം. പിന്നെ ഞാൻ പറയാവുന്ന കാര്യമാണ് എൻ്റെ വയറ് ശോകം. ഞാനത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഗൈസ് കുറച്ചൊക്കെ ഒന്ന് തള്ളി നിൽക്കുന്നത്. എനിക്ക് ആക്ച്വലി അത്ര വയറൊന്നുമില്ല. പക്ഷെ ഭക്ഷണം കഴിച്ചതിൻ്റെ പിന്നാലെയാണ് ഞാൻ ആ പണിയെടുത്തത്. അതുകൊണ്ടായിരിക്കാം കുറച്ചൊന്ന് എന്താ പറയുക, ഒരു ഭയങ്കര ബൾക്കായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ജിമ്മിന് പോകാൻ നിൽക്കാണല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ ഡയറ്റിലൊക്കെ ആയിരുന്നു. ഇന്ന് പൂരി മസാല ആയിട്ട് വേറെ ഒന്നും കഴിക്കാനില്ല. ഞാൻ ഇവിടെ വാങ്ങിച്ചു വയ്ക്കാറുള്ളതാണ്, പക്ഷെ ഒന്നും കഴിക്കാനില്ല.
അങ്ങനെ ഒരു 2-3 കഴിച്ചു, ഇത്ര തന്നെ. പിന്നെ കൂടുതൽ ഞാൻ ഗ്രീൻ പീസ് ആണ് കഴിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിനി കാര്യങ്ങൾ, ഷുഗർ കട്ട് ഞാൻ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഷുഗർ കട്ട് ഞാൻ കുറച്ച് കാലമായിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ചെറുതായിട്ടുണ്ടായിരിക്കും. ഇനി ജിമ്മിനും കൂടി പ്രോപ്പറായിട്ട് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഓക്കെ ആവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കൂടിയാണ് ഈ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ. സോ പോയി കുളിക്കട്ടെ, എന്നിട്ട് പഠിക്കട്ടെ. ഓക്കെ, അങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നു. ഇനി ഞാൻ പഠിക്കാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞ് കാണും. ഇങ്ങനെ പോകുന്നതോറും പഠിക്കില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോവാണ്. മൊബൈലൊക്കെ മാറ്റി വയ്ക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ ഒരു 3 മണിക്കൂർ പഠിത്തത്തിനൊടുവിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. ഉച്ചക്കലത്തെ ഭക്ഷണം ഇത് ക്യാബേജിനുള്ളിൽ നമ്മൾ മുട്ടയും ഇട്ട് വറുക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഊണെടുത്തു, അതിൽ കുറച്ച് ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ നമ്മളുണ്ടാക്കിയ മുട്ടയുണ്ട്, പിന്നെ ഉപ്പേരിയുണ്ട്. എത്ര അല്ലേ, കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ എവിടേക്ക് എത്തി, ട്യൂഷനെത്തി. അപ്പം നമ്മുടെ അഞ്ജനക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അല്ലേ. എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക കമന്റ് ബോക്സിൽ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ. ആ, മെലഡി എന്താ ഇത്ര ചോക്ലേറ്റ് ആയേ? എൻ്റെ ചോദ്യം അതാണ്, മെലഡി എന്താ ഇത്ര ചോക്ലേറ്റ് ആയേ? ആണോ? പാറു വിഷ് ചെയ്യോ? ഹാപ്പി ബർത്ത്ഡേ. ആ, ഇതെന്താ വേറെ സ്പെഷ്യൽ മിഠായിൽ ഒതുക്കിയില്ലേ? ഏയ് അത് ചേട്ടന്, നമുക്ക് മിഠായി അല്ലാണ്ട് വേറെന്തല്ല നമുക്ക് മിഠായി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്താ? അതെ, എന്നാ പോരട്ടെ, സാധനങ്ങൾ പോരട്ടെ. എന്തൊക്കെയല്ലേ? ഓമ്പു ആരത്? ഒരു ഹായ് പറയ്, ഒരു ഹായ് പറയ്. ആസ് യൂഷ്വൽ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നമ്മളിപ്പോൾ ലാസ്റ്റ് ട്യൂഷനിലാണ് ഇരിക്കുന്നത്. അത് മാത്സ് ആണ്. ഇപ്പോൾ ഏകദേശം ഒരു ടൈം 10-10:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരുവിധം നേരമാവും. അപ്പോൾ ഭയങ്കര ടയേർഡാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഔട്ട്രോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.